സ്റ്റാർസ് ആൻഡ് ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കുന്ന ഈ റെസിപ്പി നമ്മൾ സാധാരണയായി ഉണ്ടാക്കുന്നതാണെങ്കിലും ഞാൻ ചെറുപ്പത്തിൽ ഇതിൽ കൂട്ടിക്കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കൂട്ട് ഞാനിതിൽ ചേർത്ത് നോക്കിയിട്ടുണ്ട്. പരീക്ഷണമാണെങ്കിലും ഇത് നല്ല രുചിയായിരുന്നു. അതിനുവേണ്ടി 1.5 കപ്പ് വെള്ളപ്പയർ, അതായത് നമ്മുടെ വൻപയർ, വെള്ളത്തിലിട്ട് വെച്ചു. ഇത് 1 മണിക്കൂർ ഇരുന്നാൽ മതി. ഇനി തലേന്ന് വേണമെങ്കിലും ഇട്ട് വെക്കാം. 2-3 തവണ വെള്ളം മാറ്റി കഴുകിയെടുക്കണം. ഇത് കുക്കറിലിട്ട് വേവിക്കാം. കുറച്ച് ഉപ്പ് കൂടിയിട്ട് ഒറ്റ വിസിൽ വന്നാൽ മതിയാകും. അടച്ചു വെച്ച ശേഷം ഇനി ഇതിലേക്ക് വേണ്ട മറ്റു കൂട്ടുകൾ നോക്കാം. ഒരു വലിയ ഉരുളക്കിഴങ്ങ് വലുതാക്കി മുറിച്ചത്, നാളികേരം ചിരകിയതും, 4 വെളുത്തുള്ളി അല്ലി, കുറച്ച് കറിവേപ്പില, 15 ചെറിയ ഉള്ളി, വലിയ ഉള്ളി 1 വലുത് അരിഞ്ഞത്, കാന്താരിയോ പച്ചമുളകോ 2 തക്കാളി എന്നിവ റെഡിയാക്കി വെക്കുക. വെള്ളപ്പയർ ഹാഫ് വേവായതിലേക്ക് ഉരുളക്കിഴങ്ങ് മുറിച്ചതിടുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയിട്ട് ഒന്നുകൂടി കുക്കർ അടക്കുക. 1 വിസിൽ കൂടി വരട്ടെ. അത് വേവുമ്പോഴേക്കും നമുക്ക് നാളികേരം വറുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഈ ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി ഇവയിട്ട് അതിലേക്ക് നാളികേരം കൂടിയിട്ട് ഇളക്കി വറുക്കാം. ഈ നാളികേരത്തിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം, കറിവേപ്പില ഇവ കൂടിയിട്ട് ഇളക്കി ഒന്നുകൂടി നന്നായിട്ട് വറുക്കാം. കണ്ട, ഇരുമ്പ് ചട്ടിയാകുമ്പോൾ ഇതിൽ പിടിക്കില്ല. കുറഞ്ഞ തേയിലിങ്ങനെ വറുക്കുമ്പോൾ നന്നായി മുരിയും. സ്റ്റീലോ അലൂമിനിയം ഒക്കെ ആണെങ്കിൽ അതിൽ പിടിക്കുകയും ചെയ്യും. അലൂമിനിയം പിന്നെ നല്ലതല്ലല്ലോ. നമ്മളിങ്ങനെ ഈ ഇരുമ്പ് ചട്ടിയിലാണ് ഇപ്പോഴും വറുക്കേണ്ടതും പാചകം ചെയ്യേണ്ടതും. കണ്ടോ എത്ര പെട്ടെന്നാണ് ഇതാവുന്നത്. ഇത് ഇത്രയും വറവായാൽ മതി, നന്നായി മുരിയണമെന്നില്ല. ഇത് നമുക്ക് കറിയിലേക്ക് അരച്ചിടാനുള്ളതല്ലേ. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു വറവ് മണം വരാനാണ്. ഇനി കറിയിലേക്കുള്ള വഴറ്റ് തയ്യാറാക്കാം. അതിന് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, വലിയ ഉള്ളി അരിഞ്ഞെടുത്തു, കൂടെ തന്നെ കറിവേപ്പിലയും ഇടാം. ഇനി അതിൻ്റെ കൂടെ തക്കാളി ഇടാം, മുളക് കീറിയതും ഇടാം. ഇത് നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ഉപയോഗിക്കാം. വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ കൂടുതലും ചീനമുളകാണ് ഉപയോഗിക്കാറ്. കുറച്ച് ഉപ്പിട്ട് നന്നായി ഒന്ന് വഴറ്റുക. ഇതൊന്ന് വഴഞ്ഞു വരുമ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി ഇവ ചേർക്കുക. മഞ്ഞൾപ്പൊടി നമ്മൾ പയർ വേവിക്കുമ്പോഴും ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ കുറച്ച് ചേർത്താൽ മതി. ഇനി മസാലകൾ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച പയർ, ഉരുളക്കിഴങ്ങ് ഇടുക. ഒന്ന് ഇളക്കി അടച്ച് വെച്ച് ഒന്നുകൂടി വേവിക്കുക. രണ്ടും കൂടി ഒന്ന് ചേരട്ടെ. ഈ വെള്ളപ്പയറും മസാലകളും ഒന്ന് ചേരുമ്പോഴേക്കും നമുക്ക് ചൂടാറിയ നാളികേരം വറുത്തത് മിക്സിയിൽ അരച്ച് വയ്ക്കാം. അപ്പോൾ അവർ സ്നേഹിച്ചങ്ങോട്ട് കൂട്ടായി. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം ഒഴിക്കാം. നാളികേരം വറുക്കുമ്പോൾ തന്നെ നമ്മളതിൽ പെരുംജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇവയെല്ലാം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു മണം ഈ നാളികേരത്തിനുണ്ട്. ഈ കറി ഉണ്ടല്ലോ, ഇത് നമുക്ക് ചോറിലേക്ക് മാത്രമല്ല അപ്പത്തിലേക്കും പുട്ടിലേക്കും എല്ലാം ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൽ നമ്മൾ ചേർക്കാത്ത ഒരു സ്പെഷ്യൽ കൂട്ട് ഞാൻ ചേർക്കുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൂട്ടാണ് കേട്ടോ ഇത്. ഇതാണ് തൈര്. അധികം പുളിയില്ലാത്ത കുറച്ച് 1/2 കപ്പ് തൈര്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതാണിപ്പോൾ സ്പെഷ്യൽ കൂട്ട്, തൈരല്ലേ? പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ വീടുകളിൽ പണ്ട് മുതലേ ഈ പയർ കറി വെക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിലും ഇത് എപ്പോഴും ഉണ്ടാക്കിയിരുന്നു. സ്കൂൾ വിട്ട് വരുമ്പോൾ നല്ല ചൂടുള്ള ചോറും നല്ല ചൂടുള്ള പയർ കറിയും കഴിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് തൈരോ കുറച്ച് മോരോ ഇതിന് മുകളിൽ ചോറിലൊഴിച്ച് കുഴച്ച് കഴിക്കും. ആ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു മണവും ഇതും ഒരു വ്യത്യാസമുണ്ട്. ഇന്ന് ഞാൻ ഈ പയർ കറി ഉണ്ടാക്കിയപ്പോൾ ചിന്തിച്ചു, അന്നത്തെ ആ ടേസ്റ്റ് ഇതിൽ ചേർത്താൽ എന്താ എന്ന്. അങ്ങനെ ഞാൻ ഇതിലൊന്ന് ചേർത്ത് നോക്കി. അപ്പോൾ എനിക്ക് ആ പഴയ ടേസ്റ്റ് കിട്ടി. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചേർത്ത് ഉണ്ടാക്കി നോക്കൂ. ഇത് തിള വന്നിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെക്കാം. ഇനി ചട്ടിയിലിരുന്ന് ശരിയായിക്കോളും. ഇനി നമുക്ക് ചെറിയ ഉള്ളി, കറിവേപ്പില എന്നിവ വറുത്തിടാം. വെളിച്ചെണ്ണ ഒഴിച്ചു, ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടു. കുറച്ച് നന്നായിട്ടിടാം, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ചുമന്ന് വരുമ്പോൾ ഒരു 3 ഉണക്കമുളക് പൊട്ടിച്ചിടാം. കൂടെ കറിവേപ്പിലയും ഇടാം. ഇനി ഇതൊന്ന് മൂത്ത് ചുമന്ന് വരട്ടെ. ചുമന്ന് വന്നിട്ടുണ്ട്. ഈ ഉള്ളി ഇടുമ്പോഴാണല്ലോ കറിക്ക് വേറൊരു മണം, രുചിയൊക്കെ വരാറ്. ഇത് ഇതിലേക്ക് ഇടുമ്പോഴുള്ള സൗണ്ടും അതിൻ്റെ ഒരു മണവും എന്താ അല്ലേ. നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിച്ചാൽ കൂടുതൽ രുചി ഉണ്ടാവും കേട്ടോ. ഈ കറി നിങ്ങളും ഉണ്ടാക്കി രുചിച്ച് നോക്കണേ. നമ്മുടെ വൻപയർ കറി റെഡിയായി. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.